ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു നാടൻ അയിലക്കറി തയ്യാറാക്കി നോക്കിയാലോ. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള അയിലക്കറി. അതിന് വേണ്ട ചേരുവകൾ നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മസാലപ്പൊടികൾ നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ. ഇനി നമ്മൾക്ക് കുറച്ച് കുടംപുളി കുതിർക്കാനായിട്ട് വെള്ളത്തിൽ വെക്കണം. അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിൽ ഇങ്ങനെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടിയെല്ലാം നല്ലപോലെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മാറ്റി വെച്ച കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾക്ക് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ കുടംപുളി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. അയില കഷ്ണങ്ങളൊക്കെ ആ ഗ്രേവിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പരുവത്തിലൊന്ന് ചേർത്ത് കൊടുക്കുക. മീൻ ചേർത്തിട്ട് നമ്മൾ തവി കൊണ്ടൊന്നും ഇളക്കരുത്. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. നല്ല സ്വാദിഷ്ടമായ അയിലക്കറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ.